ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 96ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ്. അതായത് ഞാൻ നിങ്ങൾക്ക് സ്വരസന്ധിയും വിസർഗസന്ധിയും പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏതാനും പേരെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്ന് വ്യഞ്ജനസന്ധിയും കൂടെ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇന്ന് വ്യഞ്ജനസന്ധി തുടങ്ങാൻ പോകുന്നു. പക്ഷേ ഈ വ്യഞ്ജനസന്ധി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കിയെടുക്കാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ 77ാമത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ അഷ്ടാധ്യായിയെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് പാണിനീയ സൂത്രങ്ങൾ, മഹേശ്വര സൂത്രങ്ങളെ കുറിച്ച് പറഞ്ഞത് അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അതൊന്ന് പരാമർശിച്ചിട്ട് നമുക്ക് വ്യഞ്ജനസന്ധി തുടങ്ങാം. അപ്പോൾ അതിൽ അഷ്ടാധ്യായിയിലെ പാണിനീയ സൂത്രത്തിൽ ആ ഇ ഉൺ എ ഓങ് ഐ ഔച്ച് ഇതുവരെ എന്താണ് സ്വരങ്ങളാണ്. അതാണ് നിങ്ങൾക്കറിയാം. ആ മുതൽ ഈ ഐ ഉൺ ഇതങ്ങ് ലോപിച്ചു പോകും, റിൾക്ക് ലോപിച്ചു പോകും, എ ഓങ് അത് ലോപിച്ചു പോകും, ഇത് ചില്ലും ലോപിച്ചു പോകും. ബാക്കി എന്തുണ്ട്? ആ മുതൽ ചിൽ വരെ അച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അച്ചെന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ. അതുകൊണ്ടാണ് സ്വരസന്ധിക്ക് അച്ഛസന്ധി എന്നും പറയും. മനസ്സിലായി? അപ്പം അത് കഴിഞ്ഞു. അടുത്ത മുതൽ നോക്കിക്കോളൂ. ഹയവരട്ട്, ലൺ, ഞമങ്ങണനം, ചഭഞ്ച്, ഘടധഷ്, ജബഗഡദഷ്, ഖഭ ചഠത, ചടതൽ, കപൈ, ശശസര്, ഹൽ. ഇത്രയാണ് വ്യഞ്ജനങ്ങൾ. അപ്പോൾ വ്യഞ്ജനങ്ങൾ തുടങ്ങുന്ന എവിടെയാണ്? അതായത് ഹയവരട്ട്, ഹ മുതൽ. ഈ കൊടുത്തിരിക്കുന്നത് ഈ റെഡിൽ അടിച്ചിരിക്കുന്ന എല്ലാം ലോപിച്ചു പോകും, അത് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. മനസ്സിലായി? അപ്പോൾ ഹ മുതൽ ഇൽ വരെ. അപ്പം ഹൽ. ഇപ്പോൾ വ്യഞ്ജന എന്ന് പറയും ഹല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യഞ്ജനസന്ധിക്ക് എന്ത് പറയും? ഹൽ സന്ധി എന്ന് പറയും. അപ്പോൾ നോക്കിയത് ഹയവരട്ട്, ലൺ. ഇനി നമ്മൾ പറയുകയാണ് ഹട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹട്ട് എന്ന് പറഞ്ഞാൽ ഹയവര, ഇത്രയും വാക്കുകൾ. ഇനി ഛല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇത് ഛഭ, ഛപഞ്ച് ഇഞ്ചി വേണ്ട, ഛഭ, ഘടധ, ജബഗഡദ, ഖഭ ചഠത, ചടത, കപ, ശശസ, ഹ. ഇവിടം വരെയാണ് ഹല്ല്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ വ്യഞ്ജനങ്ങളുടെയൊക്കെ ഒരു മനസ്സിലായില്ലേ? ഇതിനകത്ത് ഞമങ്ങണനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അനുനാസികങ്ങളാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ അറിയാം. വർഗാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കവർഗ, എന്ന് പറഞ്ഞാൽ ക, ഖ, ഗ, ഘ, ങ. ചവർഗാക്ഷരങ്ങൾ. ച, ഛ, ഡ, ഛ, ഞ. ടവർഗാക്ഷരങ്ങൾ. ട, ഠ, ഡ, ഠ, ണ. തവർഗാക്ഷരങ്ങൾ. ത, ഥ, ദ, ഥ, ന. പവർഗ, പ, ഫ, ബ, ഭ, മ. ഇത്രയാണ്. പിന്നെ അത് വേണ്ടി ലാഭാശാസ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക ഏത് രീതിയിലാണെന്ന്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് വ്യഞ്ജനസന്ധിയാണ്. എന്താണ് വ്യഞ്ജനസന്ധി എന്ന് പറഞ്ഞാൽ? സ്വരസന്ധി എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ വ്യഞ്ജനസന്ധിയാണെങ്കിൽ എങ്ങനെയാണ്? വ്യഞ്ജനങ്ങൾ അതായത് ഒരു വ്യഞ്ജനവും ഒരു സ്വരവും തമ്മിൽ ചേരുമ്പോൾ അത് വ്യഞ്ജനസന്ധി എന്ന് പറയാം. ഒരു വ്യഞ്ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുണ്ടാകുന്ന സന്ധിക്ക് എന്ത് പറയാം? വ്യഞ്ജനസന്ധി എന്ന് പറയാം. അതിനൊരു നമുക്ക് ഉദാഹരണം നോക്കാം. സദ് പ്ലസ് ആചാര. സദിൽ ദ എന്താണ്? വ്യഞ്ജനമാണ് അല്ലേ? പ്ലസ് ആചാര, ഈ ആ എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. അപ്പോൾ ഒരു വ്യഞ്ജനവും ഒരു സ്വരവും. ഇത് ആദ്യത്തെ പദത്തിന് എന്ത് പറയുമെന്ന് പറഞ്ഞു? പൂർവ്വപദം. രണ്ടാമത്തെ പദത്തിന് ഉത്തരപദം. അപ്പോൾ പൂർവ്വപദത്തിൻ്റെ അവസാനം വ്യഞ്ജനവും ഉത്തരപദത്തിൻ്റെ ആദ്യം സ്വരവും വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴും അതും വ്യഞ്ജനസന്ധിയാണ്. ചേർത്ത് പറയുമ്പോൾ എങ്ങനെ വരും? സദാചാര, അടുത്ത് നോക്കൂ. ജഗത്ത് പ്ലസ് നാദ. ജഗത്ത് എന്നത് വ്യഞ്ജനമാണ്, നായും വ്യഞ്ജനമാണ്. അപ്പോൾ അങ്ങനെ വന്നാലും അതും വ്യഞ്ജനസന്ധിയാണ്. അപ്പം ജഗന്നാഥ, ഇങ്ങനെയാണ് വരുന്നത്. ജഗന്നാഥ. ഞാൻ പറഞ്ഞു വ്യഞ്ജനസന്ധിക്ക് ഹൽ സന്ധി എന്നും പറയുന്നു. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ കാണിച്ചു. ഇനി നമുക്ക് വ്യഞ്ജനസന്ധിയുടെ ഓരോ വിഭാഗങ്ങൾ, നിരവധി വിഭാഗങ്ങളുണ്ട്, പല നിയമങ്ങളാണ് അതിന്.
ഓരോ നിയമം അനുസരിച്ചാണ് ഓരോന്നും ചെയ്തു വരുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വ്യഞ്ജനസന്ധിയാണ് ഹൽസന്ധി എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഒരു നിയമമാണ് ജഷ്ത്വ നിയമ. ജഷ്ത്വ നിയമ ഒരു നിയമം അനുസരിച്ചാണ് അത് ആ സന്ധി വരുന്നത്. ഇപ്പം ജഷ്ത്വ നിയമം ജഷ്ത്വ സന്ധി എന്ന് പറയാം. പക്ഷേ ഈ ജഷ്ത്വ സന്ധിയുടെ 2 തരത്തിലുണ്ട്. അത് ഒന്നാമത്തേതാണ് പദാന്ത ജഷ്ത്വ സന്ധി. പദാന്ത ജഷ്ത്വ സന്ധി, പദാന്ത ജഷ്ത്വ സന്ധി. അപ്പോൾ ഓരോ സന്ധിക്കും ഓരോ നിയമം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു പാണി എഴുതിയൊരു സൂത്രമാണ് ഛലാം ജശോന്തേ. ഒരു നിയമമാണത്. ഛലാം ജശോന്തേ. ഛല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ പാണീയ സൂത്രത്തെ പഠിച്ചു ഛബൻസ് ഘടദശ് ജബഗഡദശ് കപചടത ചടത കപൈ ശശസർ ഹൽ വരെയുള്ളതാണ് ഛല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഛല്ലുകൾ ഏതായാലും ഛപഞ്ചെന്ന് പറയുമ്പോൾ ഛായനകത്ത് വരുന്നല്ലോ, ഛാ വരുന്നു വർഗാക്ഷത്തിൽ വരുന്നത്. ഛപഞ്ച് ഭായ എവിടെ? പാഭ ഛപഞ്ച് ഘടദശ് ജബഗഡദശ്. ജായ എവിടെ പോയി? ജ ബ ഗ ഡ ദ ശ് പോയി. ജബഗഡദശ് ഖപചടത ഖപ ഖ ഭ ഖപ. അത് കഴിഞ്ഞിട്ട് ചടത ഛ ഛ ഛ ഠ ഠ ഖപചടത ചടത ച ഠ ഠ ചടത കപൈ ക പ ഇല്ല ലോപിച്ചു പോകുന്നു. ശശസർ ഷാഷാസാർ. അത് മറ്റേതിനകത്ത് വരുന്ന ഇതിനകത്താണ്, ഇതിൽ കൂടെ വരുന്നില്ല. ശശസർ ഹൽ. അപ്പം ചല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് വർഗാക്ഷരം മുഴുവൻ വരുന്നുണ്ട് അല്ലേ? വർഗാക്ഷരം മുഴുവൻ വരുന്നുണ്ട്. പക്ഷേ ഈ അനുനാസികം മാത്രം വരുന്നില്ല. ഇത് അനുനാസികം ഇത് അനുനാസികങ്ങളാണ്, അത് വരുന്നില്ല. അപ്പം ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പം ഛലാം ജശോന്തേ. ചല്ലുകൾ എന്ന് പറയുമ്പോൾ വർഗാക്ഷരങ്ങൾ. വർഗാക്ഷരത്തിന് ശേഷം ഒരു സ്വരമോ ഒരു വ്യഞ്ജനമോ വരികയാണെങ്കിൽ ആ വർഗാക്ഷരം ജഷ് ആകുന്നു. അപ്പോൾ എന്താണ് ജഷ്? ജബഗഡദശ്. ജബഗഡദശ് സൂത്രത്തിൽ പഠിച്ചത് ജബഗഡദശ്. അപ്പോൾ ഏതൊക്കെ വരും? ജബഗഡ ജ ബ ഗ ഡ ദശ്. അപ്പോൾ ഈ മൂന്നാമത്തതാണ് എന്താണ്? ജഷ്. മൂന്നാമത്തതാണ് ജഷ്. ബാക്കിയെല്ലാം പിന്നെ അതിന് ശേഷം, അതായത് ഛല്ലിന് ശേഷം സ്വരമോ ഒരു വ്യഞ്ജനമോ വരികയാണെങ്കിൽ ആ ഛല്ലിൽ എന്തായി മാറും? ഛല്ലെന്ന് പറഞ്ഞാൽ പൂർവ്വത്തിൻ്റെ അവസാനം അത് എന്തായി മാറും എന്ന് പറഞ്ഞു? ജഷ് ആകും. ജഷ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വർഗാക്ഷരത്തിൽ മൂന്നാമത്തതായിത്തീരും. ഇപ്പം കായാണ് വരുന്നതെങ്കിൽ കായ്ക്ക് നേരെ വരുന്നത് ഗായാകും. അപ്പം നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തത് വാക്ക് പ്ലസ് ദാനം. വാക്കിൽ ക്ക് അല്ലേ? അതെന്താണ്? വ്യഞ്ജന വർഗാക്ഷരത്തിലെ ക്ക്. അപ്പോൾ ഛലാം ജശോന്തേ എന്ന നിയമം അനുസരിച്ച് ഇത് ഛല്ലല്ലേ? ഛൽ. അതിനു ശേഷം ഒരു വ്യഞ്ജനം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം വാക്ക് പ്ലസ് ദാനം. ഈ ക്ക് എന്തായി മാറുമെന്ന് പറഞ്ഞു? ജഷ് ആയി മാറും. ജഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു. ജഷ് ഈ മൂന്നാമത്തതാണ് ജഷ്. ഇത്രയുമാണ് ജഷ്. അപ്പം ക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ക്. അപ്പം ക വർഗാക്ഷരത്തിലെ ക. ഇതിന് ശേഷം ഇതെന്തായി മാറും? മൂന്നാമത്തതായി. അപ്പം കായുടെ ഗ. അപ്പം എന്തായി മാറും? വാഗ്. ഇത് വാഗായി മാറി. വാഗ് പ്ലസ് ദാനം ചേർത്ത് പറയുമ്പോൾ എന്തായി മാറും? വാഗ്ദാനം എന്നായി മാറി. അപ്പോൾ ജഷായി. അതുപോലെ ഇവിടെ വാക്ക് പ്ലസ് ഈശ്വര. ഇവിടെ സ്വരമാണ് വന്നിരിക്കുന്നത്. വർഗാക്ഷരത്തിന് ശേഷം സ്വരം വന്നു. ഈ ക്ക് എന്തായി മാറുമെന്ന് പറഞ്ഞു? ഇതുപോലെ തന്നെയാണ്. ക്ക് ആക്കിയ ശേഷം സ്വരം വന്നാലും വ്യഞ്ജനം വന്നാലും എന്തായി മാറുമെന്ന് പറഞ്ഞു? മൂന്നാമത്തതാകും. എങ്ങനെ? വാഗ് പ്ലസ് വാഗീശ്വര. അതുപോലെ അടുത്തത് അച്ച്. ചായാണ് വന്നിരിക്കുന്നത്. അപ്പം അച്ച് പ്ലസ് അന്തഹ. ഇവിടെ ഒരു സ്വരം വന്നു. അപ്പം അച്ച് ചാ എന്തായി മാറും? മൂന്നാമത്തത് ജായായി മാറും. അപ്പം അജ് പ്ലസ് അന്തഹ ആദ്യം വന്നു. അജ് പ്ലസ് അന്തഹ
എന്തായി മാറി? അജന്തഹ. അജന്തഹ എന്നായി മാറി. മനസ്സിലായില്ലേ? ചായ എന്നുള്ളത് മൂന്നാമത്തെ പറയുമ്പോൾ ജായായി മാറി. അടുത്തത് ഷഡ് പ്ലസ് ദർശനാണ്, ടായാണ്. അത് നോക്കൂ, ടവർഗം, ടവർഗം. അപ്പം അതിൻ്റെ മൂന്നാമത്തെ, അതായത് ജഷ് എങ്ങനെയായും ഡാ. അപ്പം ഷഡ് ദർശനാനി. ഷഡ് പ്ലസ് ദർശനാനി ചേർത്ത് പറയുമ്പോൾ ഷഡ്ദർശനാനി. ഷഡ്ദർശനാനി മൂന്നാമത്തതായി. അടുത്തതും ഇതുപോലെ തന്നെ ഡായാണ്, പക്ഷെ ഇവിടെ സ്വരം വന്നു. ഷഡ് പ്ലസ് ആനനഹ, ഇത് ഡാ വന്നിട്ട് ഷഡാനനഹ. ഷഡാനനഹ. അടുത്തത് തായാണ്, തവർഗം വന്നു. സത് പ്ലസ് ആചാരഹ. തവർഗം വരുമ്പോൾ തായ്ക്ക് വന്നപ്പോൾ എന്തായി മാറും? അത് മൂന്നാമത്തത് വന്നപ്പോൾ ജസ്ത്വം വന്നപ്പോൾ ദായാകും. അപ്പോൾ സത് പ്ലസ് ആചാരഹ സദാചാരഹ. സദാചാരഹ എന്നായി. അടുത്തത് അപ്പ് പ്ലസ് അപ്പ്, പായാണ്, പവർഗം. പാ ജസ്ത്വം വന്നപ്പോൾ ജസ്ത്വം മൂന്നാമത്തതാണ് ബായാവും. പായ എന്തായി മാറും? ബായാവും. അബ് പ്ലസ് ജഹ അബ്ജഹ. അബ്ജഹ. അടുത്തത് അതുപോലെ സുപ്പ് പ്ലസ് അന്തഹ. പാ എന്തായി മാറും? ബായാവും. ജസ്ത്വം വന്നു. അപ്പോൾ സുബന്ധഹ. സുബന്ധഹ. സുപ്പ് പ്ലസ് അന്തഹ സുബന്ധഹ എന്നായി. അപ്പോൾ ഇതാണ് ഇത് വ്യഞ്ജനസന്ധിയിലെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ജസ്ത്വ നിയമമാണ്. അതിൻ്റെ ഒരു ഇതാണ് പദാന്ത ജസ്ത്വ നിയമം. പദാന്തത്തിൽ വന്നാൽ എങ്ങനെ വരും എന്നുള്ളതിനാണ് ഇത് പറഞ്ഞത്. അതെന്താണ് അതിൻ്റെ ഉദാഹരണം? അതായത് വർഗാക്ഷരത്തിന് ശേഷം സ്വരമോ വ്യഞ്ജനമോ വരികയാണെങ്കിൽ ആ പദാന്തത്തിൽ ഉള്ള ആ വ്യഞ്ജനം ഛല്ല് എന്തായി മാറുമെന്ന് പറഞ്ഞു? ജഷ് ആയി മാറും. ഛല്ല് എന്താണെന്ന് പറഞ്ഞു തന്നു, ഇനി ജഷ് എന്താണെന്നും പറഞ്ഞു തന്നു. ജപഘടദശിൽ ജപഘട. അപ്പം ക്രമം അനുസരിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ജപഘടദശ് ഇവിടെ ജപഘടദശ് അല്ലേ, ജ ബ ഗ അല്ല, ഇത്ര മാത്രം ഈ മൂന്നാം. അപ്പം മൂന്നാമത്തത് വരുന്നു, ആ രീതിയിൽ വരുന്നു ജസ്തു. അതാണ് ജസ്തു സന്ധിയിലെ ആദ്യത്തേത്, പദാന്ത ജസ്തു സന്ധി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ മറ്റേ ഛല്ല് എന്തൊക്കെയാണ് ജഷ് എന്തൊക്കെയാണ് നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രം അത് ചെയ്തു വെക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ നിയമം, അതായത് ഇപ്പം വ്യഞ്ജനസന്ധിയിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു ജസ്തു നിയമം എന്ന് പറഞ്ഞു, അതിൽ തന്നെ പദാന്ത ജസ്തു നിയമമാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത അപദാന്ത ജസ്തു നിയമം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.